ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയെ കുറിച്ചാണ്. അഹിംസയുടെയും ആൾരൂപമായ ഗാന്ധി 156 വർഷം മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാന്തിയുടെയും ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തിലെ സമാധാന കാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ലോകമനസ്സിൽ സത്യത്തിൻ്റെയും അഹിംസയുടെയും ആൾരൂപമായ ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജന്യക്കോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായങ്ങൾ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ തല കുനിക്കാതിരിക്കാൻ എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ നിരനായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നോടി പോരാളിയായത്. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്ത്യനിസവും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളുകളും അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായി. ആചാര്യ വിനോദ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാ ഭവൻ, CF ആൻഡ്രൂസ്, നർഹരി പരീബ്, രവിശങ്കർ വ്യാസ്, ഗ്യാൻ അബ്ദുൽ ഗാഫൻ ഗ്യാൻ തുടങ്ങി പ്രമുഖ ഗാന്ധിസത്തിൽ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി ഗാന്ധി ജയന്തി നമുക്ക് ആഘോഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.